ആദ്യം തന്നെ ഞാനിതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ കഴിയുകയില്ല എന്നുള്ള പ്രസ്താവന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണെങ്കിൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. ആർട്ടിക്കിൾ 249 പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ അന്നേ 1972 തന്നെ 2 പ്രത്യേക വകുപ്പുകൾ ഈ നിയമത്തിൽ എഴുതി ചേർത്തു. അതിൽ ഒന്നാണ് സെക്ഷൻ 11B. 11Bയിൽ എന്താണ് പറയുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഏത് ഷെഡ്യൂളിൽപ്പെട്ട മൃഗമാണെങ്കിലും മനുഷ്യജീവൻ അപകടകരമായി വരുന്ന സാഹചര്യത്തിൽ, നാട്ടിലിറങ്ങുന്ന സാഹചര്യത്തിൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാൻ ഒരു കേന്ദ്രാനുമതിയും വേണ്ട. കേരളത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതിനുള്ള അധികാരമുണ്ട്. മന്ത്രിയെ പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഉദ്യോഗസ്ഥർ തിരുത്താൻ തയ്യാറാകണം. രണ്ടാമത്തെ വിഷയം, ഇതെങ്ങനെയാണ് ഒരു ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. പിന്നീട് ആ കടുവയെ അത് വയസ്സായ കടുവയായിരുന്നു. അത് നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനടിസ്ഥാനപരമായിട്ട് എന്താണ് ഇതിൻ്റെ കാരണം? വന്യജീവികൾ കേരളത്തിലെ വനത്തിൽ ഉൾക്കൊള്ളാവുന്നതിൽ അധികമായിട്ട് പെരുകിയിരിക്കുന്നു. ഇവിടെ KFRI എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവർ കൃത്യമായിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ വനത്തിൽ ഉൾക്കൊള്ളാവുന്ന വന്യമൃഗങ്ങളെ സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ല? ഇവിടെ ആനകളുടെ കണക്കെടുത്താലും ഈ വയനാട്ടിലെ തന്നെ യഥാർത്ഥത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 344 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തൃതി. ഈ KFRI ഇതിനെ സംബന്ധിച്ച് പഠനമൊന്നും നടത്തുന്നില്ലെങ്കിൽ പോലും WTA കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. WTAയുടെ പഠനം അനുസരിച്ചുകൊണ്ട് ഒരു കടുവയ്ക്ക് ജീവിക്കാൻ കടുവയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം ഒരു കടുവയ്ക്ക് ജീവിക്കാൻ. അത് ടെറിട്ടറി വിട്ടു പോകുന്ന സ്ഥലമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പരമാവധി കൊള്ളിക്കാവുന്ന എത്ര കടുവയാണ്? പരമാവധി പോയാൽ 30 കടുവയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വയനാട്ടിൽ എത്ര കടുവകളുണ്ട്? 125 അഡൽട്ട് കടുവകളും 25 കബ്സും ഉണ്ട്. അപ്പോൾ 150 കടുവകൾ, 30 കടുവകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥയിൽ അവിടെ ഉൾക്കൊള്ളിക്കുന്നത് 150 കടുവകളെയാണ്. KFRI ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തുന്നില്ല. ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞുകൊണ്ട്, KFRIയുടെ ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇവരോരോ പ്രസ്താവന ഇറക്കുകയാണ്. ആനയുടെ കാര്യം എടുത്തു നോക്കി. ഒരു ആനയ്ക്ക് ജീവിക്കാനായി WTA പുറത്തുവിട്ടിട്ടുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം ഒരു ആനയ്ക്ക്. കേരളത്തിൽ മൊത്തം ഉൾക്കൊള്ളിക്കാവുന്ന 500 ആനകളാണ്. ആ കേരളത്തിലാണ് ഇപ്പോൾ ഏകദേശം 7500-8000 ആനകളുണ്ട്. ഇത് ആനകളുടെ എണ്ണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയിരിക്കുന്നത് KFRI ആണ്. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരവില്ല. കേരളത്തിലെ വനത്തിൽ ഉൾക്കൊള്ളാവുന്നത്, കേരളം പരിസ്ഥിതി സംരക്ഷണത്തിൽ പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. ഇനി 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ 11B എന്ന് പറയുന്ന ഒരു വകുപ്പ് എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്? 1972 ഈ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ അന്ന് ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുന്നവർ ഇങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടിരുന്നു. ആ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തീവ്ര പരിസ്ഥിതിവാദികൾ പലപ്പോഴും പറയുന്നത് ഈ വന്യമൃഗങ്ങൾക്കൊരു ജീവനില്ല എന്നാണ്. ഞങ്ങളുടെ ഇവിടെ കിഫ ചോദിക്കുന്നത്, ഈ 19 മൃഗങ്ങൾ കൊല്ലപ്പെട്ടു, ആ മൃഗങ്ങളുടെ ജീവനല്ലേ? ഏത് പരിസ്ഥിതിവാദിയാണ് അതിന് ഉത്തരം പറയുന്നത്? ഇപ്പം ഈ കടുവയുടെ ജീവൻ പോലെ തന്നെയല്ലേ ബാക്കിയുള്ള മൃഗങ്ങളുടെയും ജീവനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ? അപ്പോൾ ഇതൊക്കെ പൊള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ടേമാണ്. ആ ടേം അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ വനത്തെ കൃത്യമായിട്ട് ഈ വനത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് KFRI പഠനം നടത്താൻ തയ്യാറാവണം. KFRIയിലെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ശമ്പളം മേടിക്കുന്നത് ഈ നാട്ടിൽ രാഷ്ട്രം വിഭാവനം ചെയ്യുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ്. മനുഷ്യനാണ് വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നത്. മനുഷ്യൻ സംരക്ഷിക്കുന്ന വന്യജീവികൾ മനുഷ്യന്റെ ജീവിതത്തിന് തന്നെ അപകടകരമാകുന്ന അവസ്ഥയിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കിടക്കുന്നത് ഇതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കാടിന് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ വലിയ തോതിൽ വന്യമൃഗങ്ങൾ പെരുകുന്നു എന്നതാണ് അടിസ്ഥാന പ്രശ്നം. അതിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നാണ്